Actually, what happened on that day? You tell me. First of all, let me know what actually. No, truth parayana. Yeah, now like there is no part. Last day we meet alland parayaniilla. Ade, endu satyam what happened? എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ലൈക്ക് ഓൾറെഡി ഒരു 1 year ആയിട്ട് എന്നോട് ഇങ്ങനെ ഓരോ എഗൻസ്റ്റ് ഒക്കെ പറഞ്ഞു ഈ അച്ഛനും അമ്മയുടെയും ഇങ്ങനെ പോകുന്നത് കണ്ടില്ലേ അങ്ങനെ അയ്യപ്പദാസ് എന്ന് പറഞ്ഞ ആള് ഇങ്ങനെ കുറെ പറയുന്നുണ്ടായിരുന്നു. സ്വാമിയുടെ കുറച്ച് കാശായിട്ട് ഒരാള് കാണാനില്ല എന്ന് പറയണം. അയ്യപ്പദാസും ഇത് നിങ്ങൾ കണക്ഷൻ പറ്റുന്നത് ഇല്ല, ഞാൻ അവിടെ അയ്യപ്പദാസ് വെക്കുന്ന ഹോട്ടലിൽ കുറച്ച് ദിവസം ക്യാഷിൽ പോയിരുന്നിട്ടൊക്കെയുണ്ട്. അങ്ങനെയൊക്കെ ഒരു പരിചയമായിരുന്നു. ഓക്കെ, അപ്പൊ അയ്യപ്പദാസും കുട്ടിയും നമ്മൾ അങ്ങനെ നല്ല അടുത്തോ? ഓക്കെ. Did you have sex with him? Sorry sir? അയാളോട് സെക്സ് ചെയ്തോ? No sir. ഇല്ല. ഓക്കെ. പിന്നെ എങ്ങനെ നിങ്ങൾ തമ്മിൽ അടുത്തു എന്ന് പറയുന്നത്? റിലേഷൻ അല്ലാണ്ട് ഒരു റിലേഷൻ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്താ ലവ് റിലേഷൻ ആണോ അതോ ജസ്റ്റ് ഫ്രണ്ട് ആണോ? പക്ഷെ അങ്ങനെയല്ല, ഒരു ലവ് റിലേഷൻ ആണെങ്കിലും ഈ റീസൺസ് ഒക്കെ ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ സ്വാമി കണ്ടോ ഇങ്ങനെയൊക്കെ അങ്ങനെയായിരുന്നു ഒരു സ്റ്റാർട്ടിങ്. അല്ലാണ്ട് ഒരു പേഴ്സണാലിറ്റി അങ്ങനെയൊന്നും അല്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസും സാഹചര്യം പറഞ്ഞൊരു ആയിക്കോട്ടെ. അതെ, നിങ്ങൾ ഒരു അഫയർ ആയിക്കോട്ടോ അല്ലേ? അഫയർ ആയിരുന്നു. You wanted to marry him? Yeah, I wanted to. I was not sure of it. മനസ്സിലായി. Anyway, I was proceeding like that. Okay. Yeah. So അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു കോൾ സ്റ്റാർട്ടഡ്. മെയിൻ ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ, തോട്ട് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുള്ള ഓരോ ലൈക് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഇത്രയും വർഷമായിട്ട് അറിയാലോ. അപ്പൊ സ്വാമി ഓരോന്നും ചെയ്തെങ്കിലും ഒന്നും സക്സസ് ഒന്നുമല്ല. അപ്പം വീട്ടിൽ കുറെ കൂടി സിറ്റുവേഷൻസും പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോ ഡെഫിനറ്റ്ലി നമുക്കൊരു ഗ്രഡ്ജ് തോന്നുമല്ലോ. അപ്പോഴെങ്കിലും ഫൈനാൻഷ്യലായിട്ട് ചീറ്റ് ചെയ്തോ? അങ്ങനെ ചീറ്റിംഗ് ഒന്നുമില്ല. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് സഹായിക്കുക, അല്ലാണ്ട് ചീറ്റിംഗ് ഒന്നുമില്ല. പോലീസ് പറയുന്നത് 40 lakhs നിങ്ങൾ ചീറ്റ് ചെയ്തു എന്ന് പറയുന്നു. നോ നത്തിങ് ഓഫ് ദാറ്റ്. അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ സഹായിച്ചു അല്ലാണ്ട് ഒന്നും ആവശ്യപ്പെട്ട് അങ്ങനെയൊന്നും അല്ല. ലൈക്ക് ഡിമാൻഡ് എനിത്തിങ്. നമ്മൾ ഓരോ സിറ്റുവേഷൻ അറിഞ്ഞ് ഞങ്ങൾ സഹായിച്ചതാ. ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പം എന്റെ അച്ഛൻ ഒരു ഹെഡ് ഓഫ് ദ ഫാമിലിയിൽ ഞങ്ങളുടെ വീട്ടിലെ കാരണവരെ പോലെ എല്ലാം ഡിസൈഡ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു മോഡലാണ്. കാര്യം എന്റെ അച്ഛനെ പോലെ ഡിസൈഡിങ് ഈസ് നോട്ട് ഏർണിംഗ് ദ ഹീസ് എ ഡിസിഷൻ മേക്കർ. അതിന് മനസ്സിലെ കുഴപ്പവും തോന്നിയില്ല. കാര്യം അച്ഛനെക്കാട്ടി ഒരാൾ കേപ്പബിൾ ആയിട്ടൊന്നും ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ പോലീസ് പറയുന്നുണ്ടല്ലോ ഈ സ്വാമിയും നിങ്ങളുടെ അമ്മയുമായിട്ട് ഇത് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുള്ളൂ. അത് സത്യമല്ലോ ഉണ്ടോ? അങ്ങനെയൊന്നും അല്ല. കാര്യം ബിക്കോസ് അവര് പറയുന്ന വെച്ചാൽ അയ്യപ്പ സെറ്റ് ലൈക്ക് ഹീസ് ഓർ സംതിങ് ബിറ്റ്വീൻ അമ്മ ആൻഡ് സ്വാമി. And they were asking, did you see? So I said, I didn't see. And then they were asking, did you have any doubt or anything of that? I said, no, because ഞങ്ങൾ എല്ലാവരുമായിട്ടും ഭയങ്കര നല്ലതായിട്ട് ഇപ്പം ഈ സ്വാമിയും അമ്മയുമായിട്ട് ഇങ്ങനെ സെക്സ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് വെറുതെ നോ നത്തിങ് ഓഫ് ദാറ്റ്. അങ്ങനെ ഇല്ല. ഇല്ല. കാര്യം എന്ന് പറയുന്നത് ഞാനും അനുവും അച്ഛനും ഒക്കെ അച്ഛൻ ഓഫീസിലും ഞങ്ങൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്വാമി അമ്മയായിട്ട് ഒറ്റയ്ക്ക് പോലും ഇരിക്കാമല്ലോ. വേറെ അടുത്തുള്ള ഒരു മാമിയെ പോലും വീട്ടിൽ വിളിച്ചിരിക്കും. അയാൾ ആരെയും വരുന്ന വരെ. കാര്യം ഞാനും അല്ലേ ഉള്ളൂ. അങ്ങനെ സ്വാമി എല്ലാം അതുകൊട്ടെ ഈ കുട്ടി അപ്പം ഈ സ്വാമിക്ക് സെക്സ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു? ഹലോ നോട്ട് അങ്ങനെ ഒന്നും പറയാനില്ല ശരിക്കും. നോ, ജസ്റ്റ് കൈൻഡ് ഓഫ് കെയറിംഗ് ഓർ അത് മനസ്സിലായി. സ്വാമിയുമായിട്ടൊരു ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ്, ഐ മീൻ ഫാദർ ഡോട്ടർ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു. more than that, after all. Okay. Appa it is not sex? No, nothing of that sort. Okay. അപ്പൊ ഈ പോലീസുകാർ പറയുന്നതോ നിങ്ങളും സ്വാമി നിങ്ങളെ വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ മൊളസ്റ്റ് ചെയ്തു, റേപ്പ് ചെയ്തു? No, അത് ശരിക്കും പറഞ്ഞാൽ it was kind of a cooked up because I said 17th ആണെങ്കിലും എന്നൊന്ന് ടച്ച്. അപ്പൊ അവര് പറഞ്ഞു they were the people who had asked me like നമുക്ക് പോസ്റ്റോ ഒക്കെ കൊണ്ടുവരണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് 16 years അങ്ങനെയൊക്കെ പറഞ്ഞു. ദേ വാണ്ടഡ് ഇറ്റ് ടു ബി മോർ സീരിയസ്. അങ്ങനെയൊക്കെ പലതും
അതുകൊണ്ട് സാറിന് അറിയാം ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളപ്പം അവര് ഡേറ്റ് സ്പെസിഫൈ ചെയ്യാൻ പറഞ്ഞപ്പോ പോലും എനിക്ക് അതൊരു സ്പെസിഫിക് ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല അതിനകത്ത് അപ്പം കുട്ടി പോലീസിൽ കൊടുത്ത മൊഴിയുണ്ടല്ലോ, കുട്ടി പോലീസിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു നോക്കി. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്നുണ്ട് ഈ സ്വാമി ഇതുപോലെ നഗ്നയായിട്ട് സ്വാമി കുട്ടിയെ നഗ്നയായിട്ട് മടിയിൽ കിടക്കണമെന്നൊക്കെ പറയുന്നൊക്കെ അത് കള്ളമല്ലേ? അത് സത്യമാണോ? അതിലോ അല്ല അങ്ങനെയൊന്നുമില്ല, കള്ളം പറയുന്ന. ഓക്കെ. അതെ. അതുപോലെ 17 വയസ്സെന്തോ ആയ സമയത്ത് കുട്ടിയെ ഇതുപോലെ പിടിച്ച് ഇങ്ങനെ കിടത്തിയെന്നും ഒരു ദിവസം സ്വാമി ഇതുപോലെ കുട്ടിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും ഒക്കെ പറയുന്നത് സത്യമാണോ? സത്യമാണോ? അല്ലല്ല അങ്ങനെയൊന്നല്ല. അങ്ങനെയൊന്നും അല്ല, സത്യമാണോ? ഐ ജസ്റ്റ് വാണ്ട് ടു നോ, ഇസ് ഇറ്റ് ട്രൂ? ഇസ് ഇറ്റ് ട്രൂ? Yeah, it's not like till they like as I'm being truth to you and frank to you, I didn't have any kind of sexual relation. Okay. പിന്നെ ഈ പെർട്ടിക്കുലർ ഡേയില് സ്വാമി കുട്ടിയെ മുറിയിൽ നിന്ന് ബലമായിട്ട് വിളിച്ചോണ്ട് വന്നു എന്ന് പറയുന്നു, കടിച്ചു കുത്തിപ്പിടിച്ച് വിളിച്ചോണ്ട് വന്നു പറയുന്നു, അത് സത്യമാണോ? No sir, it's not like that. അല്ല, കടിച്ചു കുത്തിപ്പിടിച്ചോണ്ട് വിളിച്ചോണ്ട് വന്നിട്ട് സ്വാമി ഒരു കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു, അത് സത്യമാണോ? അല്ല. പിന്നെ ഭീഷണിപ്പെടുത്തി അതെ, അതേപോലെ വിളിച്ചോണ്ട് വന്നിട്ട് സ്വാമിയുടെ സെക്ഷൽ ഓർഗൻ എടുത്തിട്ട് ഹി ട്രൈ ടു പുട്ട് ഇറ്റ് ഇൻ യുവർ മൗത്ത് എന്ന് പറയുന്നത് സത്യമാണോ? മെഡിക്കൽ എക്സാമിനേഷനിൽ നെഗറ്റീവ് ആണല്ലോ. അല്ല, അതല്ല ഞാൻ ചോദിക്കാണ്, അങ്ങനെ അത് സത്യമാണോ? ഇത് ട്രൂ? അല്ല, അതുപോലെ സ്വാമി ഇത് അങ്ങനെ നിങ്ങൾ ഇഷ്ടമില്ലാത്ത രീതിയിൽ യു ഹാവ് ടു ഡു ഓറൽ സെക്സ് എന്ന് പറയുന്നു, ഇസ് ഇറ്റ് ട്രൂ? No, it's not. അതെ, എന്നിട്ട് സ്വാമിക്ക് ഇജാക്കുലേഷന്റെ സമയം ആയപ്പോഴത്തേക്കാണ് ഇത് ചെയ്തു, അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ? No. Okay. Actually, what happened? But like, there is one thing I'm being like പറയാന്ന് വെച്ചാൽ that day Ayyapada's ആ ഒരു പ്ലാൻ വെച്ചാൽ fund years back he had said like I really had very kind of affection and love towards him. ഒരിക്കലും ഒരു റിവെഞ്ച് അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദേഷ്യം വരും, പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ പിന്നെ കിട്ടുമ്പോൾ വീണ്ടും അങ്ങനെ എനിക്കൊരു റിവെഞ്ച് മെന്റാലിറ്റി ഒന്നും ആരോടും ഇല്ല. അപ്പം he wanted to take a kind of revenge and he used to say like അയ്യപ്പദാസിന് അപ്പം അയ്യപ്പദാസ് പറയും എനിക്കൊരിക്കലും അയാളെ മുറിവേൽപ്പിക്കാൻ പറ്റില്ല. അപ്പം the initial days he used to make a plan, ഞാൻ ബെഡിന്റെ അടിയിൽ എങ്ങാനും വന്ന് കിടക്കാം എന്നിട്ട് ഞാൻ പിന്നെ നീ അത് ചെയ്താണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ. ബട്ട് ദെൻ ലേറ്റർ ആയപ്പം ഹീ ജസ്റ്റ് ചേഞ്ച് ആൻഡ് എന്നോട് പറഞ്ഞു വേണ്ട നീ തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ പറഞ്ഞില്ലേ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ വറക്കുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ. ആൻഡ് ദാറ്റ് ഡേ ഇറ്റ് ഹാപ്പൻ ലൈക്ക് he had asked me to go towards him. അയ്യപ്പദാസ് എന്നോട് നിർബന്ധിച്ച് സ്വാമിയുടെ അടുത്ത് പോകാൻ പറഞ്ഞാണ്. എന്നിട്ട് അടുത്ത് പോകാൻ പറഞ്ഞിട്ട് അപ്പം സ്വാമിയോട് ഞാൻ കുറച്ചു കാലമായിട്ട് ഇപ്പം മിണ്ടുന്നൊന്നും ഇല്ലായിരുന്നു. ഞാൻ അടുത്ത് ഒന്നും ചെയ്യില്ല. സ്വാമിക്ക് എന്നെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. സ്വാമി എന്നെ ഇങ്ങനെ കവിള് ജസ്റ്റ് ആസ് നാച്ചുറൽ ആയിട്ട് എന്നെ തോളിലും കവിളിലും കല്ലിലും തട്ടുന്നത്. അപ്പം അങ്ങനെ ഒന്ന് തട്ടിയിട്ട് പറഞ്ഞു എന്റെ കുഞ്ഞു വന്നല്ലോ എനിക്കറിയാവുന്ന കുഞ്ഞു വരുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു. ആൻഡ് ദെൻ ലൈക്ക് ഞങ്ങൾ അവിടെ ഇരിക്കും അങ്ങനെ ഞാൻ അവിടെ ഇരുന്നോണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് അവിടെ ശരിക്കും ഐ വാസ് മെയ്ഡ് ടു അന്ന് എനിക്ക് ശരിക്കും അടുത്ത ദിവസം അങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു ടാർഗറ്റ് പോലെ എന്റെ തലയിൽ വെച്ച് വരണമുണ്ടായിരുന്നു. സോ ആ കത്തിയും ഞാൻ മേടിച്ചതൊന്നും അല്ല. He bought it from somewhere. And a day ഒരു ദിവസം 2-3 ദിവസത്തിന് മുമ്പേ he just bought it എന്റെ കയ്യിൽ ഏൽപ്പിച്ചു കാണു എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പം ആളൊരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കണ്ടുപിടിക്കുക. അപ്പം ഈ നൈസിന് ആൻസർ ആണെന്ന് പറഞ്ഞ് എന്നോട് ഫസ്റ്റ് ഇരിക്കാൻ പറഞ്ഞു. ഇറ്റ് വാസ് എ വെരി സ്മോൾ നൈഫ്. അതൊന്നും തെരിഞ്ഞ് വരുന്നില്ല. അതൊരു നൈഫ് അത് യൂസ് ചെയ്തിട്ടുമില്ല. അന്നപ്പോ ഞാൻ ഇങ്ങനെ സ്വാമിയുടെ അടുത്ത് പോയി ഇരുന്നപ്പോ ഇത് ഇരിക്കുവായിരുന്നു. ആൻഡ് ദെൻ ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ സ്വാമി എന്നോട് ഇങ്ങനെ അടുത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കത്തിയെടുത്ത് ആൻഡ് വൺ തിങ് ഐ വോണ്ട് ടു സേ even though like I mentioned like I didn't have any sexual thing, but some favors they were there. I want to admit that also. കാര്യം ആ മെഡിക്കൽ ഡോക്ടറിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ആയിരിക്കും പറയാം the whole thing was on top.
നിങ്ങളുടെ ഡ്രസ്സിലായിരുന്നു സ്റ്റെമൻ അല്ലേ? അല്ലല്ല, സ്റ്റെമൻ കുറച്ചിന്റെ ഡ്രസ്സിലാണ് തോന്നുന്നു. ഐ വാസ് ഹോൾഡിംഗ് ഇറ്റ്. I was holding his organ. Okay. Yeah, and my plan was like I had to chop it out. I have to cut it. But എനിക്ക് ഇത്രയും സ്നേഹമുള്ള ആളോട് ഞാൻ ഇത്രയും നാൾക്ക് ശേഷം ചെന്നപ്പോ എനിക്ക് അത്രയൊന്നും പറ്റില്ല. I was so scared. എന്റെ കൈയിട്ട് തട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും തലയിൽ അടിപ്പിച്ച് ഞാൻ എങ്ങനെ ഒന്ന് ഞാൻ വീശി. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. കാര്യം ഇരുട്ട് I didn't see anything. And then I just ran out. But I was sure like അന്ന് എന്നൊരു വീശിൽ എനിക്ക് ഉറപ്പായിട്ട് തന്നെ അത്ര ഇതായിട്ടൊന്നും ഞാൻ എന്നെ സാറിനോട് പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത് 90% കട്ട് ആവണം. 90% കട്ടൊന്നും ആവാനുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അത്രയും പറഞ്ഞാൽ അത്രയും പേടിയായിരുന്നു. ഞാൻ എത്രയോ വീശി, എവിടെയോ ഒന്ന് വീശി. അടുത്തത് തന്നെ അത് കട്ടായോ ഇല്ലയെന്ന് പോലും അറിയില്ല. ഞാൻ വിചാരിച്ചു വല്ല വയറ്റിലായിരിക്കും. കാര്യം ഞാൻ അന്ന് സ്റ്റേഷനിൽ പോയപ്പോൾ ഞാൻ പോലീസുകാരോട് ചോദിച്ചു എന്തേലും മുറിഞ്ഞോ, എനിക്ക് അതുപോലും ഡൗട്ടായിരുന്നു എവിടെയാ മുറിഞ്ഞ. അവരാദ്യം പറഞ്ഞു വയറ്റില്ല. അപ്പൊ ഞാൻ എനിക്ക് തോന്നി. കാര്യം ഐ ഡോണ്ട് സീ എനിത്തിങ്. ഒന്നും ആവാനുള്ളതൊന്നും ഞാൻ ചെയ്തില്ല. അത്രയും പേടിയായിരുന്നു. ബട്ട് ദെൻ പിന്നെ ഞാൻ അറിയാം ഇറ്റ് വാസ് 90% കട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെ ചെയ്തേ ആകാം. ബട്ട് ഐ ഡോണ്ട് സീ എനിത്തിങ്. ഐ കാൻ ഡു ദാറ്റ് മച്ച്. അത്ര ഒരു തരം എന്റെ ആ ഒരു വീശില് നമ്മളിപ്പോ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വെലോസിറ്റി നമുക്ക് ഡിഗ്രി അറിയാലോ. എത്ര നമ്മൾ ചെയ്യുമ്പോൾ എത്ര ഊക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം സംഭവിക്കും. അത്രയൊന്നും ഞാൻ പറ്റില്ല. പിന്നെന്ന് പറയുന്നത് അവിടെ പറഞ്ഞു ഇറ്റ് വാസ് ഫ്രം ഡൗൺ. താഴെയാണ് ഇത് കട്ട് ഔട്ട് ആയിരിക്കും, കട്ട് ഔട്ട് ആയിരിക്കും. ഞാൻ കയ്യിലിരിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ മണിക്കൂർ ഇരുന്ന് പോയി ഫുഡ് ഉറപ്പൊന്നുമല്ലോ പിടിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ അങ്ങനെയൊന്നും. മയക്കത്തിലായിരുന്നല്ലേ? മയക്കത്തിലാണ് എന്നോട് ഇങ്ങനെ സംസാരിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ അടുത്തിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് സോ ടയേർഡ്. അപ്പം അതുകൊണ്ട് അവിടെ ഞാൻ വന്നതിന് ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യപ്പദാസ് എന്നോട് പറഞ്ഞു, പക്ഷേ ഈ ഇൻസിഡന്റ് ദിവസം നടക്കാൻ മുമ്പ് അയ്യപ്പദാസിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു പിന്നെയും ഞാൻ വിളിക്കുന്നില്ല, ഇനി ഇത് കഴിഞ്ഞിട്ട് പോലീസുകാരോട് അവിടെ എത്തുമ്പോ എന്നെ വിളിച്ചാൽ മതി. എന്ന് വെച്ചാൽ ആ സന്ധ്യ മാഡത്തിന്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് ഒരിക്കലും ഈ once or twice you had mentioned me, മാഡത്തിന്റെ ഫോൺ നമ്പർ നീ ഒപ്പിക്കണം, എന്നിട്ട് മാഡത്തിനോട് ഇതൊക്കെ പറയണം. സോ ദാറ്റ് ഇങ്ങനെ ഒരു ഇഷ്യൂ മാം കൂടുതൽ ഫോഴ്സ് വിളിച്ച് കുറെ കൂടെ സിവിയർ ആക്കിക്കോളും. because she is someone head powerful, she could do more than that. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതിനൊന്നും ഫേവറില്ലാത്തോണ്ട് എന്നെ അതിനൊന്നും ഫോഴ്സ് ചെയ്യും. അങ്ങനൊന്നും അത് എനിക്ക് പറ്റില്ലെന്ന് മനസ്സിലാണ്ട് ഒന്നും ചെയ്യില്ല. ബട്ട് ഇയാൾ ആക്കി അവിടെ എപ്പോഴും പോലീസുകാരാണ്, നീ അങ്ങോട്ട് ഓടിച്ചെന്ന് ട്രെയിൻ ചെയ്താൽ മതി. അവിടത്തെ കോളിംഗ് ബെൽ ഉണ്ടല്ലോ, അവിടെ ഡെഫിനറ്റ്ലി ഫുൾ ടൈം 24/7 പോലീസ് സെക്യൂരിറ്റി കാണുമായിരിക്കും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് അവിടെ പോയി, ഞാൻ അവിടെ നിന്ന് ഉടനെ ഫോണും പിന്നെ ഒരു ഷോളും എവിഡൻസ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഷോളും എടുത്തോണ്ടാണ് ഞാൻ ഓടണം.